എന്ത് പറ്റിയടാ? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനളിയാ? ചിരിച്ചോ? നീ ചിരിച്ചോ? അല്ല, നിന്റെ ഹോം ഗ്രൗണ്ടിൽ കിട്ടിയ എന്നെന്തോ ചെയ്യുന്നു പറഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് ഞങ്ങളുടെ കയ്യിലായിരുന്നു. ചിരിക്കണ്ട, സത്യോ അളിയാ. 2 ഗോള് ഞങ്ങളുടെ ബിബിൻ സിംഗ് തൊടുത്തു വിട്ടപ്പോ നിങ്ങൾ പ്രതീക്ഷിച്ചു കാണില്ല ഇങ്ങനെ ഒരു തോൽവി അല്ലെ? ഞങ്ങളുടെ സ്വപ്നങ്ങൾ എന്നേക്കുമായി തല്ലി തകർത്ത വഞ്ചകനാണ് അവൻ. ഇനി നീ സ്വപ്നം പോയി, അത് പോയി, ഇത് പോയി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാം കയ്യിൽ നിന്ന് പോയി, പോച്ച്, എല്ലാം പോച്ച്. എന്നാലും എന്തായിരുന്നു നിന്റെ ഇന്നലത്തെ വെല്ലുവിളി? അത് ചുമ്മാ ഒരു തമാശക്ക് പറഞ്ഞല്ലേ? നീ അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തോ? എടുത്തു, സീരിയസ് ആയിട്ട് തന്നെ എടുത്തു. നിന്റെ ഒരു കാര്യം നിങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചപ്പോ എനിക്കെല്ലാം മനസ്സിലായി. എന്നാലും ഇത് വല്ലാത്ത പ്രവർത്തനമായി പോയി കളിയാ. അളിയ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? എനിക്കൊന്നും ഓർമ്മയില്ല. എന്നോട് ഇന്നലത്തെ കളിനെ പറ്റി ഒന്നും പറയണ്ട. എന്താണ് അളിയ ഇത്ര ചിരിക്കാൻ? എന്നോട് കൂടി പറ, ഞാനും ചിരിക്കട്ടെ. അതൊന്നുമില്ല. ഒന്നുമില്ലാതെ ആരെങ്കിലും ചിരിക്കോളിയാ? അതളിയാ, ഞങ്ങൾ ഇന്നലെ ജയിച്ചല്ലോ, ടേബിളിൽ സെക്കൻഡും ആയല്ലോ. ആയി. ഇവരെ തോൽപ്പിച്ചാണല്ലോ ഞങ്ങൾ ടേബിളിൽ ടോപ്പ് എത്തിയത്. അതെ, ടോപ്പ് ഇപ്പോഴും ഒഡീഷ. അതിന് നിങ്ങളല്ല, ഞങ്ങൾക്കും അവർക്കും സെയിം പോയിന്റ് ആണ്. ഒഡീഷ ഫസ്റ്റ്. തോറ്റതിന്റെ അസൂയ അല്ലാതെ എന്താ? എനിക്ക് അസൂയൊന്നുമില്ല, ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ഓ, സത്യം പറയോ? എന്നാലേ ഇന്നലെ 3G തോറ്റ ടീമിന്റെ പേര് പറ. ഗബ്രു, നിനക്ക് എന്തോ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവനോട് ചോദിച്ചോ. അളിയാ, അവൻ എന്തെങ്കിലും പറയട്ടെ, നീ ബാക്കി പറ. ഇവന്മാർ ഇന്നലെ തോറ്റു. ഇവന്മാർ ഇന്നലെ തോറ്റു. ആ തോൽക്കുന്നതിന് മുമ്പ് എന്നെ വന്ന് നല്ല രീതിയിൽ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളിച്ച ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ചതാ. ഓ, വലിയ കാര്യമായി. അത് സ്വാഭാവികമല്ലേ, തോൽക്കണേന് മുമ്പ് ഡയലോഗ് പറയും, തോറ്റു കഴിഞ്ഞിട്ട് മിണ്ടാതിരിക്കും. സോ നാച്ചുറൽ. ആണാ? നിനക്കും അനുഭവം ഉണ്ടാ? ഈ തോൽക്കണ ടീമിനായിരിക്കും ഈ അനുഭവമൊക്കെ. ഞങ്ങൾ എപ്പോഴും ജയിക്കുന്ന ടീമാണല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെ മാറ്റി പറഞ്ഞ അനുഭവം. അതെന്താ ബാസ്റ്റിന് അങ്ങനെ ഒരു ടോപ്പ്? നിലവിൽ ടേബിൾ ടോപ്പ് ഞങ്ങളല്ലേ. നിലവിലായിട്ട് അങ്ങനെ കാര്യമൊന്നുമില്ല, ഫൈനലൊന്നും എത്തിയിട്ടില്ലല്ലോ. ഫുട്ബോൾ ഈസ് അൺപ്രഡിക്റ്റബിൾ. ഞങ്ങളുടെ കാര്യം തന്നെ നോക്ക്. ഞങ്ങൾ ഇന്ന് ഹൈദരാബാദായിട്ടാ കളി. ഞങ്ങൾ ഇന്ന് ജയിക്കുന്നു, ടേബിളിൽ ഞങ്ങളുടെ നില ഇത്തിരി കൂടി മെച്ചപ്പെടുത്തുന്നു. തുടർന്നുള്ള എല്ലാ കളികളും ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ചാൻസ് ഉണ്ടല്ലോ സെമി കയറാൻ. ഇത് പോസിബിലിറ്റി അല്ലേ? ജയിച്ചിട്ടൊന്നുമില്ലല്ലോ, അപ്പം മിണ്ടാതി. അതത്രേ ഉള്ളൂ. ഓ, വെറുതെ അല്ലടാ നീ തോറ്റ, നിന്റെ മനസ്സ് ശരിയല്ല. പോടാ, പറയുന്ന ആൾക്കാർ ജയിച്ചോലെ. ഗബ്രു, ഹൈദരാബാദിനോട് തോറ്റ മോശം ട്ടാ. അളിയാ, ഹിസ്റ്ററി ഒക്കെ നോക്കി കഴിഞ്ഞാൽ 9 കളി ഞങ്ങൾ ഒരുമിച്ച് കളിച്ചതിൽ ഒരു കളി ഞങ്ങൾ ജയിച്ചിട്ടുള്ളൂ. 4 കളി അവർ ജയിച്ച, 4 കളി സമനില. ഹൈദരാബാദ് നിങ്ങൾക്ക് കിട്ടിയ ഗോളില്ലാത്ത ഗോൾ പോസ്റ്റ് ആണെങ്കിലും ഓവർ കോൺഫിഡൻസ് വെച്ച് കളിക്കാൻ പോകണ്ട. ഹൈദരാബാദിന്റെ പുതിയ പിള്ളേര് നന്നായിട്ട് കളിക്കുന്ന ടീംസ് ഒക്കെ തന്നെ. ഞങ്ങൾ ഇന്ന് ജയിക്കും, ഇത് എന്റെ കോൺഫിഡൻസാ. അളിയാ, നിന്റെ കോൺഫിഡൻസ് നിന്നെ രക്ഷിക്കട്ടെ. അല്ല ഗബ്രു, നീ തോൽക്കുന്നല്ലേ പറയണ്ടേ? നീ മാൻഡ്രേക്കല്ലേ? ഞങ്ങളുടെ കളിയിൽ ഇപ്പൊ ജയിക്കുന്നു തോക്കുന്നു പറഞ്ഞാലൊന്നും ഏൽക്കാൻ പോലുള്ള, ഞങ്ങൾ എന്തായാലും ജയിക്കും. എന്നാലേ ഞങ്ങളുടെ മോഹൻ ബഗാന്റെ കളിനെ പറ്റി പറ. എന്ത് ഇത്ര പറയാനുള്ളേ? മോഹൻ ബഗാൻ ജയിക്കും. ബാസ്റ്റിനെ നിനക്ക് എന്നോട് ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നോ? എടാ മണ്ടം ഫ്രാൻസിസേ, ഒഡീഷ ജയിച്ചു കഴിഞ്ഞ് ഇവരെക്കാളും പോയിന്റ് കൂടും, അതുകൊണ്ടാണ് ഇവൻ നിന്നെ സപ്പോർട്ട് ചെയ്യണേ. അത് ശരി. എടാ മണ്ട ബാസ്റ്റിനെ, ഫ്രാൻസിസിന്റെ മോഹൻ ബഗാൻ എങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തേർഡാവും, അവര് ഫസ്റ്റ് ആവും. അങ്ങനെയാണോ? എന്നാ സമനില മതി. പിന്നെ ഇവൻ പറയണത് പോലെ നടക്കാൻ പോലെ. എടാ ഞങ്ങൾ ഇന്ന് ജയിക്കും, ടേബിളിൽ ഫസ്റ്റ് ആവും. നീയൊക്കെ നോക്കിക്കോ. ഞങ്ങളും ജയിക്കും. കാണാ? ഓക്കെ, കാണാ, കാണാടാ.